Hello viewers, welcome back to my channel The Untold Stories. സോ ഇന്ന് ഞാനൊരു കുർത്ത അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു എത്തനിക് ഡ്രസ്സിൻ്റെ ഒരു ഹോളാണ് ചെയ്യാൻ പോകുന്നത്. വളരെ കുറച്ച് ഡ്രസ്സസ് മാത്രമേ ഉള്ളൂ, വേഗം തീരുന്നൊരു ചെറിയ വീഡിയോ ആണ്. അപ്പം ഫസ്റ്റ് വൺ തന്നെ EK എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെയാണ്. അപ്പോൾ അതൊരു ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ്. ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റാണ് ഇവർ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇതിനെപ്പറ്റി ഇവർ ഡീറ്റെയിൽ ആയിട്ട് എന്താണ് ഹാൻഡ് ബ്ലോക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ചാർ ബാഗ് എന്നാണ് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഒറിജിനൽ ആയിട്ടുള്ള ഒരു ബ്രാൻഡ് നെയിം വരുന്നത്. ആൻഡ് ഇവരുടെ സൈറ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ കമൻറ്റ് സെക്ഷനിലും കൊടുക്കാം. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു കുർത്ത എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ആക്ച്വൽ റേറ്റ് വരുന്നത് 1899 റുപ്പീസാണ്. ആൻഡ് ഇവിടെ ഇവർ ഡയമെൻഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതായത് ചെസ്റ്റ് സൈസ് എത്രയാണ്, ലോങ് കുർത്തയാണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ സ്മോൾ സൈസാണ് ചൂസ് ചെയ്തത്. ഈ ഒരു കുർത്ത എന്ന് പറയുമ്പോൾ ഒരു ക്രീം കളറാണ് വരുന്നത്. ലൈനിങ് ഒന്നും വെച്ചിട്ടില്ല. പിന്നെ കോട്ടൺ ആണ് ഫാബ്രിക് വരുന്നത്. നെക്കാണേലും ഒരു വി നെക്കാണ് വരുന്നത്. പിന്നെ ഫുൾ കംപ്ലീറ്റ്ലി ഈ ഒരു പ്രിൻ്റ് തന്നെയാണ് വരുന്നത്. പക്ഷേ നെക്കിൻ്റെ അവിടെ നമുക്കിങ്ങനെ ഒരു വ്യത്യാസമായിട്ടൊരു എന്താ പറയുക ബോർഡർ കാണാൻ പറ്റും. ഇങ്ങനെ ഒരു ലൈൻ പോലത്തെ ബോർഡർ കാണാൻ പറ്റും. അല്ലെങ്കിൽ ഓവറോൾ നോക്കുവാണെങ്കിൽ ബാക്കിലും ഫ്രണ്ടിലൊക്കെ ഈ ഒരു സെയിം പ്രിൻ്റ് തന്നെ വരുള്ളൂ. അപ്പോൾ നമുക്ക് കാഷ്വൽ ആയിട്ട് അല്ലെങ്കിൽ ഓഫീസ് വെയർ പോലെ യൂസ് ചെയ്യാൻ പറ്റിയ കുർത്തയാണ്. ആൻഡ് ഇതിൻ്റെ സ്ലീവ്സ് ആണെങ്കിലും ഫുൾ സ്ലീവ് ആണ് വരുന്നത്. ആൻഡ് രണ്ട് സ്ലീവിൻ്റെ അറ്റത്തും ഇങ്ങനൊരു ബോർഡർ പോലത്തെ ഡിസൈനും പോകുന്നുണ്ട്. പക്ഷേ എനിക്കൊരു പ്രൊഡക്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഹാൻഡ് പ്രിൻ്റ് ആയതുകൊണ്ടായിരിക്കാം, പക്ഷേ കളർ കുറച്ചൊരു ഒരു ഡിമ്മായിട്ടുള്ള കളറായിട്ടാണ് തോന്നിയത്. ഇത്ര ബ്രൈറ്റ് ആയിട്ടുള്ള പ്രിൻറ്റ്സ് അല്ല. പ്രിൻ്റ് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒരു ലാവൻഡർ ഷെയ്ഡാണ് വരുന്നത്. കംപ്ലീറ്റ്ലി സെയിം പ്രിൻ്റാണ്. പിന്നെ ബോർഡേഴ്സ് ആണെങ്കിലും ഇതേപോലെ ഒരു ലൈറ്റ് ഷെയ്ഡാണ് വരുന്നത്. മേ ബി ഹാൻഡ് പ്രിൻറ്റഡ് ആയതുകൊണ്ടായിരിക്കാം. മെറ്റീരിയൽ ഇടാനൊക്കെ നല്ല സുഖമാണ്, നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റും. പിന്നെ നല്ല ഷേപ്പിന് കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഡെയിലി യൂസിന് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കുർത്തയാണ്. കാരണം അങ്ങനെ കളറൊന്നും ഞാൻ വാഷ് ചെയ്ത സമയത്ത് പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് ഓഫീസിലൊക്കെ വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കുർത്തയാണ്. നെക്സ്റ്റ് വൺ ഞാൻ വാങ്ങിയത് ഒരു ലാർജ് സൈസ് ആയിരുന്നു. കാരണം ഞാൻ എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് വാങ്ങിയതാണ്. അപ്പോൾ ഇതിൻ്റെ പല സൈസിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇവരുടെ ഒരു ഡിസ്ക്രിപ്ഷൻ പോലെ കൊടുത്തിട്ടുണ്ട്. അതായത് ഗാർമെൻ്റ് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള പ്രോസസ്സ് കൂടെ കിടക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഫോട്ടോയിൽ കാണുന്ന ഇമേജിനേക്കാളും കുറച്ച് കളർ വേരിയേഷൻസ് ഉണ്ടാവാം. പിന്നെ ഇവരുടെ ഡയമെൻഷൻസ്, അതായത് ഈ ഡ്രസ്സിൻ്റെ ഓരോ ലെങ്ത്തും സൈസൊക്കെ ഇവർ കൊടുക്കും. ഇതിൻ്റെ ആക്ച്വൽ റേറ്റ് വരുന്നത് 3299 റുപ്പീസാണ്. പക്ഷേ എനിക്കിത് മിന്ത്രയിൽ നിന്നാണ് ഞാൻ വാങ്ങിയത്. ഓഫറിനാണ് കിട്ടിയത്. അത്രയും റേറ്റിനൊന്നും അല്ല ഞാനിത് വാങ്ങിയത്. പിന്നെ ഈ ഒരു മെറ്റീരിയലിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൻ്റെ പ്രിൻറ്റ് നോക്കുവാണെങ്കിലും നല്ല ക്വാളിറ്റിയുള്ള പ്രിൻസാണ്. കുറച്ചൊരു ബ്രൈറ്റ് ആയിട്ടുള്ള കളറാണ്, കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള കളേഴ്സാണിത്. അതായത് ഓറഞ്ച് ആണെങ്കിലും അതേപോലെ ബ്ലൂ ആണെങ്കിലും ഒക്കെ നോക്കുവാണെങ്കിൽ, ഗ്രീൻ ആണെങ്കിലും ഒക്കെ നോക്കുവാണെങ്കിൽ കുറച്ചൊരു ഡാർക്ക് ഷെയ്ഡ് കളേഴ്സാണ്. പിന്നെ ഇതിനും ലൈനിങ് ഇല്ല, പക്ഷേ ഒട്ടും ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലേ അല്ല. നല്ല ഒപ്പേക്ക് ആയിട്ടുള്ള അങ്ങനെ നിഴലടിക്കുകയോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ വേറെ ചെയ്യാനാണെങ്കിലും നല്ല കംഫർട്ടബിളാണ്. നല്ല എന്താ പറയുക, വാഷ് ചെയ്ത സമയത്ത് അങ്ങനെ കളർ ഇളകുമോ അങ്ങനെ ഒരു ഇഷ്യൂസും ഉണ്ടായില്ല. നമുക്ക് മെറ്റീരിയൽ കാണുമ്പോൾ തന്നെ അറിയാം കുറച്ച് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. അങ്ങനെ ഒരു ഡിസ്കംഫേർട്ടും ഇല്ല. പിന്നെ നെക്ക് വരുമ്പോൾ ഇങ്ങനെ ഒരു ജസ്റ്റ് ടൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ത്രെഡ് പോലത്തെ ഡിസൈൻ വരുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിലാണെങ്കിലും കുറച്ചൊരു സ്ട്രൈപ്സ് പോലത്തെ ഒരു ഡിസൈനും വരുന്നുണ്ട്. അപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ ജസ്റ്റ് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകാൻ വേണ്ടിയിട്ടൊക്കെ അങ്ങനെ ട്രിപ്പ് പോലെ ഗ്രാൻഡായിട്ടുള്ള ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ടല്ല, അല്ലാതെ കാഷ്വലായിട്ട് വെയർ ചെയ്യാനോ അല്ലെങ്കിൽ അമ്മമാർക്കൊക്കെ ആണെങ്കിലും അവിടെയൊക്കെ ട്രിപ്പ് പോകുമ്പോഴൊക്കെ വെയർ ചെയ്യാൻ വേണ്ടിയിട്ട് കംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു കുർത്തയാണിത്. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കുർത്തയാണ്. അപ്പം വരങ്ക എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡിൻ്റെയാണ് ഈ ഒരു കുർത്ത വരുന്നത്. പിന്നെ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പിന്നെ ഇതിൻ്റെ സ്ലീവ്സ് ആണെങ്കിലും ഫുൾ സ്ലീവ്സ് ആണ് വരുന്നത്. നെക്സ്റ്റ് വൺ ഒരു കുർത്തയാണ്. ഇതും ഞാൻ ഡെയിലി യൂസിന് വേണ്ടിയിട്ട് ഓഫീസിലൊക്കെ പോകുമ്പോൾ വെയർ ചെയ്യാൻ പറ്റിയിട്ട് ഉള്ള ഒരു ടൈപ്പ് കുർത്തയാണ്. അപ്പം സംസ്കൃതം എന്ന് പറഞ്ഞിട്ടാണ് ഇതിൻ്റെ ബ്രാൻഡ് വരുന്നത്. പിന്നെ ഇതിൻ്റെ വാഷ് ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഇവർ കൊടുത്തിട്ടുണ്ട്, എങ്ങനെയൊക്കെ വാഷ് ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതിൻ്റെ നെക്ക് നോക്കുകയാണെങ്കിൽ ഒരു ജസ്റ്റ് ഒരു വി കട്ടിങ് വരുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിലാണെങ്കിലും ഒരു സ്പെഷ്യൽ ഡിസൈൻ ഇങ്ങനെ ഫ്രണ്ട് കവർ ചെയ്തിട്ട് വരുന്നുണ്ട്, ഒരു ഹാഫ് പോർഷൻ. ബാക്കി എല്ലായിടത്തും സെയിം പ്രിൻ്റ് തന്നെയാണ് വരുന്നത്. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കുർത്ത ടോപ്പാണ്. കാരണം നമ്മൾ നോക്കുവാണെങ്കിൽ തന്നെ അങ്ങനെ ഓവറായിട്ട് ഒന്നുമില്ല, വളരെ പ്ലെയിൻ ആയിട്ടുള്ള ഡിസൈനാണ്. പിന്നെ നോക്കുകയാണെങ്കിലും വളരെ സിമ്പിളാണ്. ഇതിൻ്റെ സ്ലീവ്സിൽ നമുക്കിങ്ങനെ ഒരു ബോർഡർ പോലെ രണ്ട് സ്ലീവ്സിലും കാണാൻ പറ്റും. ഇതും എനിക്ക് തോന്നുന്നു ഫുൾ സ്ലീവ് അല്ല, പക്ഷെ ഒരു 3/4 ആണ് ഇതിൻ്റെ സ്ലീവ് വരുന്നത്. ബാക്ക് പോർഷൻ നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി ഈ ഒരു ഡിസൈൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിനും ലൈനിങ് ഇല്ല, പക്ഷെ നമുക്ക് മെറ്റീരിയൽ നോക്കിയാൽ മനസ്സിലാവും കോട്ടൺ ആണ് മെറ്റീരിയൽ, അങ്ങനെ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലും അല്ല.
നെക്സ്റ്റ് വൺ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ വാങ്ങിയ ഒരു പാൻസ് ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബോട്ടം പോർഷൻ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു എന്താ പറയുക ഒരു വർക്ക് വരുന്നുണ്ട്. അതായത് ഫുൾ ഹോൾസ് ഒക്കെ ആയിട്ടുള്ളൊരു ലേസ് ടൈപ്പ് വർക്ക് വരുന്നുണ്ട്. പിന്നെ ഈ ഒരു പാൻസ് കുറച്ചൊന്നുമല്ല, അത്യാവശ്യം നല്ല വലിയൊരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള പാൻസാണ്. മെറ്റീരിയൽ കോട്ടൺ ആണ്. പിന്നെ വെയർ ചെയ്യാനും നല്ല കംഫർട്ടബിൾ ആണ്. സ്ട്രെയിറ്റ് പാൻസ് ആണ് വരുന്നത്. വൈഡ് എന്ന് വെച്ചാൽ വിഡ്ത്ത് എല്ലാം സെയിം തന്നെയാണ് വരുന്നത്. ഒരു താഴോട്ടുള്ള പോർഷൻ സെയിം തന്നെയാണ് ഇതിൻ്റെ വിഡ്ത്ത് വരുന്നത്. പക്ഷേ മെറ്റീരിയൽ കുറച്ചൊരു ട്രാൻസ്പെറൻറ്റ് മെറ്റീരിയലാണ്, കോട്ടൺ ആണ് മെറ്റീരിയൽ. അതുകൊണ്ട് നമുക്ക് വെയർ ചെയ്യാൻ അങ്ങനെ ഒരു ഡിസ്കംഫോർട്ടോ ഒന്നുമില്ല. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ഡിസൈൻ ആണെങ്കിലും എനിക്കിഷ്ടമായി. മേലേക്ക് വരുമ്പം നമുക്കിങ്ങനെ ഇലാസ്റ്റിക് ബാക്കിൽ വരുന്നുണ്ട്. അതേപോലെ നമുക്ക് നമ്മുടെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ടൈപ്പ് ത്രെഡ് വരുന്നുണ്ട്. നമുക്കിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും സൈസ്. അപ്പം ഇതും സംസ്കൃതം എന്ന് പറഞ്ഞാൽ ആ ബ്രാൻഡിൻ്റെ തന്നെയാണ്. പിന്നെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ആദ്യമായിട്ടാണ് ചാനലിലേക്ക് വരുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്